ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ നാളായി നമ്മൾ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ടല്ലേ. സത്യം പറഞ്ഞാൽ എനിക്ക് ലോങ് വീഡിയോ എഡിറ്റ് ചെയ്തിടാനായിട്ട് നല്ല മടിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തുടർച്ചയായി ഷോർട്സ് വീഡിയോസാണ് കേട്ടോ ഇടുന്നത്. അത് ഞാൻ മിക്കപ്പോഴും അതായത് എല്ലാ ദിവസവും ഇടാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 5 വർഷമായിട്ടോ. 5 വർഷം കറക്റ്റ് വിഷുവിൻ്റെ അന്നാണ് നമ്മൾ തുടങ്ങിയത്. ആ ഒരു ടൈമായപ്പോൾ എനിക്ക് ഇപ്പോൾ വിഷുവിൻ്റെ അന്നാണ്, പക്ഷേ ഞാൻ സത്യത്തിൽ ഞാനത് മറന്നിരിക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ യൂട്യൂബ് എടുത്ത് നോക്കിയപ്പോഴത്തേക്കും അതിൽ ഇങ്ങനെ എഴുതി കാട്ടിയായിരുന്നു കേട്ടോ, 5 ഇയേഴ്സ് കൺഗ്രാജുലേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴാണ് ഞാൻ ഓർത്തത് ദൈവം 5 വർഷമായി, പക്ഷെ എന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല, എൻ്റെ മനമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ തുടക്കം തൊട്ടേ നല്ല മടിഞ്ഞാണ് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തിരുന്നത്. സത്യം പറഞ്ഞാൽ അമ്മയുടെ ആഗ്രഹപ്രകാരമാണ് ഞാൻ യൂട്യൂബ് തുടങ്ങിയത്. ഇപ്പോഴാണ് എനിക്കൊരു ഇൻട്രസ്റ്റും കാര്യങ്ങളും ഇതൊക്കെ വന്നത് കേട്ടോ. ഒരു കഴിഞ്ഞ കൊല്ലം ഒരു പാതിയൊക്കെ ആയപ്പോഴായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണം, ഇതിൽ നിന്ന് ഏണിങ്സ് ഉണ്ടാക്കണം എന്നൊക്കെ ഒരു എന്താ പറയുക ഒരു സംഭവം എൻ്റെ മനസ്സിലേക്ക് കയറിയത്. അതിന് മുമ്പ് അമ്മയ്ക്ക് ഞാൻ വീഡിയോ ചെയ്തിട്ടാണ്, അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമുണ്ടാ. അമ്മ പറഞ്ഞാൽ നമുക്ക് ഓരോന്നും ചെയ്യണതും കാര്യങ്ങളൊക്കെ ഇടാം എന്നുള്ളത്. അപ്പം നമ്മളെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 5 വർഷമായി. ഇപ്പോൾ നമുക്ക് 5Kയിലേക്ക് നമ്മൾ എടുക്കാൻ പോകണേന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 5K ആകുമ്പോഴത്തേക്കും ഗീവ് അവേ വെക്കുന്നുണ്ടെന്ന്. അപ്പോൾ ആരും അത് പറഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഞാൻ ഗീവ് അവേയും കാര്യം എന്തായാലും നിങ്ങളോട് പറഞ്ഞേക്കണം. എൻ്റെ ഫസ്റ്റ് ഗീവ് അവേ ആണ്. അപ്പോൾ ഞാൻ അതിൽ റൂൾസായിട്ട് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, സബ്സ്ക്രൈബർ ആയിരിക്കണം. അതേപോലെ തന്നെ കമൻറ്റ്സ്, ഏറ്റവും കൂടുതൽ എൻ്റെ വീഡിയോസ് കമൻറ്റ്സ് ഇടുന്നവരെയാണ് ഞാൻ കമൻറ്റ് ടോപ്പറിൽ നിന്ന് ഇത് ചെയ്തെടുക്കുന്നത് കേട്ടോ, സെർച്ച് ചെയ്തെടുക്കുന്നത്. പിന്നെ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ യൂട്യൂബ് ജേർണീനെ പറ്റിയാണ്. ചെറിയൊരു തുടക്കം ഞാൻ ഇട്ടായിരുന്നു നേരത്തെ. ഞാൻ പറഞ്ഞല്ലോ, അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്ന് വിചാരിച്ചത്. ചിലവർക്ക് വല്ല തെറ്റിദ്ധാരണ ഉണ്ടാവും, മറ്റുള്ളവർ ചെയ്ത് കണ്ടിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്നുള്ളത്. ഒരിക്കലും ഇല്ല. നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാം ആയാലും യൂട്യൂബ് ആയാലും എടുത്ത് നോക്കിയാൽ അറിയാം, എനിക്ക് ഭയങ്കരമായിട്ട് ഫോട്ടോ എടുക്കാനായാലും വീഡിയോ എടുക്കാനായാലും അങ്ങനത്തെ സംഭവമൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമുണ്ടോ. അമ്മ ആദ്യത്തെ വീഡിയോ ഇട്ട് തുടങ്ങിയത് ഇത് പറഞ്ഞ പോലെ 5 വർഷം മുമ്പ് ഒരു വിഷുവിൻ്റെ ദിവസമായിരുന്നു. ഞാനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് നമ്മൾ എന്തോ പായസം, സേമിയ പായസം കണ്ടും ഉണ്ടാക്കിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അങ്ങനെ നമ്മൾ അതിട്ടു. അത് കഴിഞ്ഞിട്ട് കുറേ കാലം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വേറൊരു വീഡിയോ, എനിക്ക് തോന്നുന്നു ഒരു കൊല്ലത്തോളം അടുത്തതിന് ശേഷം പിന്നെയാണ് ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങിയത്. അപ്പോഴും വലിയ സീരിയസ് ആയിട്ടൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഇതേപോലെ കണക്കിന് ഗ്യാപ്പ് വന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ തുടങ്ങിയത് കേട്ടോ. ഒരു കഴിഞ്ഞ കൊല്ലം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അപ്പോൾ ആദ്യമൊക്കെ ആയപ്പോഴായിരുന്നു ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വീഡിയോസ് ഇടാൻ തുടങ്ങിയത്. നമ്മുടെ വീഡിയോസ് ഒരു വീഡിയോ 10 മില്യണൊക്കെ അടിച്ച വീഡിയോസ് ഉണ്ട്. ചിലവർ പറയണ കേട്ടിട്ടുണ്ട് 10 മില്യൺ അടിച്ചാൽ മതി ഏണിങ്സ് കിട്ടാൻ. അത് മാത്രമല്ല, 10 മില്യൺ ഏതെങ്കിലും ഒരു വീഡിയോ 10 മില്യണും വേണം. പിന്നെ നമ്മൾ വാച്ച് അവറൊക്കെ നോക്കിയിട്ടായിരിക്കും നമുക്ക് ഏണിങ്സ് കിട്ടുന്നത്. പക്ഷേ എനിക്ക് യൂട്യൂബിൽ നിന്ന് ഇതുവരെ ഒരു ഏണിങ്സും കിട്ടിയിട്ടില്ല കേട്ടോ. ഇനി അത് ആർക്കെങ്കിലുമൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവുമോ, എല്ലാ ദിവസവും വീഡിയോ ചെയ്യാനുണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ കിട്ടണുണ്ടാവും എന്നൊക്കെ ചിന്തിക്കണവരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞാൽ നമുക്ക് യൂട്യൂബിൽ നിന്ന് ഏണിങ്സ് ഒന്നും കിട്ടി തുടങ്ങിയിട്ടില്ല. അതിൻ്റെ പരിശ്രമത്തിലാണ്, എന്തെങ്കിലും കിട്ടുമായിരിക്കും. എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാൻ, ഇങ്ങനെ ആൾക്കാരുടെ മുമ്പിൽ ചെന്നിട്ട് എടുക്കണ വീഡിയോസൊക്കെ ഉണ്ടല്ലോ, പബ്ലിക്കലി എടുക്കേണ്ട വീഡിയോസൊക്കെ എടുക്കാൻ ഭയങ്കര ചമ്മലുള്ള, അത് ഇപ്പോഴും എനിക്ക് ചെറിയ രീതിയിലുണ്ട് കേട്ടോ. ഇങ്ങനെ മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നുള്ളൊരു ചിന്താഗതി എനിക്കുണ്ട് കേട്ടോ. പിന്നെ പിന്നെ സത്യം പറഞ്ഞാൽ ചിലവർക്കൊന്നും ഞാനിങ്ങനെ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നത് ഇഷ്ടമല്ലായിരുന്നു കേട്ടോ. എൻ്റെ ഫാമിലി അല്ലാത്തവർക്ക്. അതുകൊണ്ട് ആദ്യമൊക്കെ എതിർപ്പ് പറഞ്ഞവർ ഇപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കിഷ്ടമുള്ള കാര്യമാണ് ഇങ്ങനെ വീഡിയോ എടുക്കുക, ഫോട്ടോ എടുക്കുക, ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള കാര്യമാണ്. ഇപ്പം ഞാൻ വർക്കിന് പോകുന്നുണ്ട്, അതിനേക്കാളൊക്കെ എനിക്കിഷ്ടമുള്ളൊരു കാര്യമാണ് ഇങ്ങനെ വീഡിയോ എടുക്കുക എന്നൊക്കെ ഉള്ളത്. അത് എൻ്റെ അമ്മക്കായാലും എൻ്റെ പാർട്ട്ണറായാലും എൻ്റെ ചേച്ചിക്കായാലും ചേട്ടനായാലും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇങ്ങനെ ഫോട്ടോ വീഡിയോസ് എന്നൊക്കെ പറയുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഒക്കെ ഇടാൻ, പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുന്നതിൻ്റെ ഗുണം കാണാനുണ്ട് കേട്ടോ. നമ്മൾ എന്തോ 1K എങ്ങാണ്ട് ആയിട്ടുണ്ടാകുന്നുള്ളൂ. പക്ഷേ ഈ ഒരു കഴിഞ്ഞ മാസം കഴിഞ്ഞ കൊല്ലം ഒരു 1/2K ആയപ്പോഴാണല്ലോ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതേ 5K ആവാറായി കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതൽ എൻ്റെ വീഡിയോസ് ഇങ്ങനെ മിനി വ്ളോഗ് അങ്ങനെ ഇടണ വീഡിയോസ് കാണാനാണ് കൂടുതൽ ഇൻട്രസ്റ്റ് എന്ന് എനിക്ക് മനസ്സിലായി. കാരണം കൂടുതലും വ്യൂസ് എനിക്ക് കിട്ടുന്നത് അതിലാണ് കേട്ടോ. അതായത് ഇങ്ങനെയൊന്ന് സംസാരിക്കാനും കൂടി അറിയാത്ത ഒരാളായിരുന്നു കേട്ടോ. ഇങ്ങനെയൊന്നും സംസാരിക്കാത്ത ഒരാളാണ്. എനിക്ക് ഇപ്പോൾ സ്റ്റേജ് ഫിയർ ഇല്ലേ, എൻ്റെ പൊന്നോ, എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ സ്റ്റേജിൽ കയറുക എന്ന് പറയണത്. പക്ഷെ എന്നാലും ഞാൻ ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ട്. അപ്പോഴും എൻ്റെ മനസ്സിൽ ഓരോരുത്തർ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ബാക്കിൽ നിന്ന് പുഷ് ചെയ്യണം, എന്നാൽ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഭയങ്കര പേടിയുള്ള കാര്യം. അതുപോലെ തന്നെ എന്തെങ്കിലും അങ്ങനെ ഭയങ്കര സ്റ്റേജ് ഫിയറും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ് കേട്ടോ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന്, അതായത് പബ്ലിക്കിൽ നിന്ന് ഇങ്ങനെ ഇന്ന് സംസാരിക്കുക എന്നൊക്കെ പറയണത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതായത് നമ്മുടെ സർക്കിളിലുള്ളവരല്ലാണ്ട്
പുറത്തുനിന്നുള്ളവരുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുക എന്ന് പറയുന്നത് പേടിയല്ല, എന്തോ ഒരു സംഭവം. അതെന്താണെന്നുള്ളത് എനിക്ക് പേര് പറയാനറിയില്ല കേട്ടോ. അതേസമയം നേരെ മറിച്ച് എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ഫാമിലി, എന്നെ അറിയണവർ, എനിക്ക് ഓക്കെയാണ് എന്നൊക്കെ തോന്നണവരാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. ഞാൻ എന്തെന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കില്ല, അങ്ങനെയൊക്കെ ഞാൻ സംസാരിക്കുന്ന ഒരാളാണ് കേട്ടോ. നല്ല രീതിയിൽ സംസാരിക്കുന്ന ആളാണ്. എനിക്ക് ഇങ്ങനെയൊന്ന് വോയിസ് ഇങ്ങനെയൊന്ന് സംസാരിക്കാനും കൂടി അറിയാത്ത ഒരാളായിരുന്നു കേട്ടോ. ഇപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ട് ഇങ്ങനെ സംസാരിക്കാൻ. എനിക്ക് എൻ്റെ വോയിസ് തന്നെ കേൾക്കണ തന്നെ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ട് പല വീഡിയോസിലും. അമ്മ ഇരുന്ന് എൻ്റെ വീഡിയോസിൽ കാണും, പക്ഷേ എൻ്റെ അടുത്തിരുന്ന് എൻ്റെ വോയിസ് എനിക്ക് കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. എനിക്ക് ഇഷ്ടമല്ലായിരുന്നു എൻ്റെ വോയിസ് ഇങ്ങനെ ഇന്ന് കേൾക്കാമെന്ന്. പക്ഷേ ഇപ്പം നേരെ തിരിച്ചാണ്. ഞാൻ തന്നെ എൻ്റെ വീഡിയോസ് ഒരു 10-12 പ്രാവശ്യം ഇത് കാണും കേട്ടോ. അപ്പോൾ എന്തൊക്കെയൊക്കെ മാറ്റം എനിക്ക് യൂട്യൂബിലൂടെയും വന്നിട്ടുണ്ട്. യൂട്യൂബല്ല, ഇങ്ങനെ വീഡിയോ ചെയ്ത് തരുമ്പോൾ എന്തൊക്കെയൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഞാൻ കൂടുതൽ ആൾക്കാരായിട്ട് സംസാരിക്കാനൊക്കെ ഉള്ള ഒരു ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ചിലവർക്കുള്ള ഒരു ഡൗട്ടാണ്, ഞാൻ അതായത് വീഡിയോസിലും കാര്യത്തിലൊക്കെ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. പുറത്തിറങ്ങിയ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ സംസാരിക്കത്തില്ല എന്നുള്ളൊരു കാര്യം ഉണ്ട്. സത്യത്തിൽ അങ്ങനെ തന്നെയാണ്. ഞാൻ വീഡിയോസിലെന്ന് വെച്ചാൽ ഞാനിവിടെ ഒറ്റയ്ക്കുള്ളൂ, വേറെ ആരുമില്ല, ഒരു ഫോണുണ്ട്, അതിൽ നോക്കി സംസാരിക്കുക, അത്ര ഞാൻ വിചാരിക്കുന്നുള്ളൂ. ഇപ്പോൾ പബ്ലിക്കലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പേരുണ്ടാവും. അതല്ല, ചില കാര്യം പറയാം. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടിനോട് കമ്പനിയാണ്, അതായത് അവൾ പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ള അറിവ് വെച്ച് ഞങ്ങൾ രണ്ടുപേരും നല്ല കമ്പനിയാണ്. അത് നേരിട്ട് കണ്ടെത്തിയില്ല, ഫോൺ വഴിയാണ് നമ്മൾ ഇങ്ങനെ കമ്പനി ആയത്. നന്നായിട്ട് മെസ്സേജ് അയക്കുന്നു, ഇങ്ങോട്ടേക്ക് മെസ്സേജ് അയക്കുന്നു, ഞാൻ അതനുസരിച്ച് മെസ്സേജ് അയക്കുന്നു. ഇപ്പോൾ വോയിസിൽ കൂടെ ഞാൻ ചിലപ്പോൾ സംസാരിക്കുന്നു, അതൊക്കെ ഓക്കെ. അത് കഴിഞ്ഞ് ചിലപ്പോൾ ഒരു വട്ടം കാണാമെന്ന് പറഞ്ഞ് വന്ന് നമ്മൾ മീറ്റ് ചെയ്ത് ചിലപ്പോൾ എനിക്ക് അപ്പം ഒന്നും സംസാരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഫസ്റ്റ് ടൈം കാണുന്ന ഒരാളാണ്. ഇപ്പോൾ ഫോണിൽ സംസാരിക്കണതും നേരിട്ട് കാണുമ്പോൾ സംസാരിക്കാമെന്ന് പറയുമ്പോൾ നല്ല ഡിഫറെൻ്റ് ഉണ്ട്. എന്തായിരിക്കും, എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ചിന്താഗതി എനിക്കുണ്ടാവാറുണ്ട്. മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല. ചിലപ്പോൾ അപ്പം തന്നെ മിങ്കിളാവണ ആൾക്കാർ, അതായത് സംസാരിക്കുന്ന ഒരാൾക്കാരുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഞാൻ സംസാരിച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ നല്ല രീതിയിൽ സംസാരിക്കണം. പക്ഷെ ആദ്യമായിട്ട് കണ്ടിട്ട് എന്നെ വന്നിട്ട് വിലയിരുത്തണ ചില ആൾക്കാരുണ്ട്. എന്ത് ചാടയാണ് എൻ്റെ പൊന്നോ, അവൾ ഫോണിൽ കിടന്ന് വല്ല വായിലൊക്കെ സംസാരിക്കാനുണ്ട്, പക്ഷെ നേരിട്ട് കണ്ടിട്ട് ഒന്നും തന്നെ സംസാരിച്ചില്ല എന്നൊക്കെ പറയണവരുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു കാര്യം കൂടി ഞാൻ ഇതിലേക്ക് പറഞ്ഞത്. ശരിക്കും ഇത് എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ കേട്ടോ. ചിലപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരോട് കുറച്ച് കഴിയുമ്പോഴായിരിക്കും കുറച്ചും കൂടി അടുത്ത് കഴിയുമ്പോഴായിരിക്കും നമ്മൾ സംസാരിച്ച് തുടങ്ങണതും കാര്യങ്ങളും. ഉടനെ ചെന്നിട്ട് അങ്ങനെ എനിക്കങ്ങനെ പറ്റത്തില്ല കേട്ടോ. കുറച്ച് സമയം എടുക്കും. ഇപ്പോൾ 2-3 പ്രാവശ്യമൊക്കെ കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഇത് ആദ്യം കണ്ടിട്ട് വന്നിട്ട് എന്നെ വിലയിരുത്താൻ നിൽക്കരുത്, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ അങ്ങനെയെന്ന് പറയണവരുണ്ട്. ഈ പറഞ്ഞ ആളുടെ ക്യാരക്ടർ ആയിരിക്കില്ല ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ. അപ്പോൾ അയാൾ കുറച്ച് ബാക്കോട്ട് നിന്ന് ചിലപ്പോൾ ഇപ്പം പറഞ്ഞ ആളും ചിലപ്പോൾ ഇയാളെ വന്ന് സംസാരിച്ച് അയാൾ നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരാളായിരിക്കും. ചില സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവില്ല. അതേപോലെ ഞാനിപ്പോൾ പറഞ്ഞു വന്നത് വേറെ ഒന്നുമല്ല, ഞാൻ അങ്ങനെയുള്ള ഒരാളായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാം. ഇപ്പം ചിലപ്പോൾ അറിയാത്തവരാണെങ്കിൽ കൂടിയും ഞാൻ ജസ്റ്റ് ഒന്ന് ചിരിച്ചെങ്കിലും കാട്ടും. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാനും സച്ചിനും കൂടി ബജിക്കടയിൽ നിൽക്കുന്ന സമയത്ത്, അത് കോമഡി സീനായിട്ടാണ്, നിൽക്കുന്ന സമയത്ത് 2 പെൺപിള്ളേരും ഒരു ചെക്കനും കൂടി വന്നിട്ടുണ്ട്. എന്നാൽ എനിക്ക് തോന്നുന്നു ആ ചേച്ചിമാർ ചിലപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ കാണാനുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ കണ്ടിട്ട് ഭയങ്കര പരിചയമുള്ള പോലെ ഭയങ്കരമായിട്ട് ചിരിക്കണം, അങ്ങാടിങ്ങളൊക്കെ എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ. അപ്പോൾ ഞാൻ സച്ചിൻ്റെ അടുത്ത് പറഞ്ഞു, നോക്ക് എൻ്റെ ഫാൻസാണെന്ന് തോന്നുന്നത്, ഇന്ന് യൂട്യൂബ് ചാനൽ കാണണമെന്ന് തോന്നുന്നത്. യൂട്യൂബ് ചാനൽ വല്ലതും കാണണ്ടാവും. ഞാനപ്പോൾ വിചാരിച്ചു, സത്യം പറഞ്ഞാൽ നേരത്തേക്കാണെങ്കിൽ ഇങ്ങനെ ചിരിച്ചാൽ പോലും ഞാൻ മൈൻഡ് ചെയ്യത്തില്ല. അത് ഇപ്പം ഞാൻ അങ്ങനെയല്ല. അപ്പോൾ ഞാനും ഇങ്ങനെ ചിരിച്ചൊക്കെ കാട്ടിയിട്ട് എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, എന്തിനാണ് എന്ന് വിചാരിച്ച് ഞാൻ ചോദിച്ചില്ല. അതിനിടെ ഞാൻ അമ്മയുടെ അടുത്തും വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, അമ്മ ഇങ്ങനെ ഇനി യൂട്യൂബ് ചാനൽ കണ്ടിട്ടുള്ളതാണെന്ന് എനിക്കറിയത്തില്ല. 2 ചേച്ചിയും ഒരു ചെക്കനാണ് ഉണ്ടായിരുന്നത് അമ്മയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വന്നിട്ട് ചേച്ചിയുടെ ഈ സംഭവം പറഞ്ഞേ. അപ്പോൾ ചേച്ചി പറഞ്ഞു, എടി അതെൻ്റെ ഓഫീസിലുള്ള പിള്ളേരാണ്, അവർ നിന്നെ കണ്ടെന്ന് പറഞ്ഞത്, നിങ്ങൾ 2 പേരും കൂടെ അവിടെ നിൽക്കണ്ടായിരുന്നു, ബജിക്കടയുടെ അവിടെ നിൽക്കണ്ടായിരുന്നു പറഞ്ഞു. ഞാനപ്പോൾ പറഞ്ഞതാണ്. ഞാൻ വിചാരിച്ചു ഇനി എൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് വന്ന് വല്ല ഫാൻസ് ആയിരിക്കും എന്ന് വിചാരിച്ചതാണ്. അപ്പം അങ്ങനെ പറഞ്ഞു. ഞാനപ്പം എനിക്കപ്പോൾ ഞാൻ വിചാരിച്ചത് ശരിക്കും അങ്ങനെ ആയിരിക്കും, യൂട്യൂബ് ചാനൽ കണ്ടിട്ടുള്ള പരിചയം കൊണ്ടായിരിക്കും. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോസ് ചെയ്യണം അത്, കാരണം നമുക്ക് കിട്ടണ ആ ഒരു സന്തോഷമല്ലേ. അത് സംസാരിച്ച് ഇത്രയൊക്കെ ആയി, എനിക്ക് ഇപ്പോൾ വോയിസ് ഓവറൊക്കെ കൊടുത്ത ഒരു വീഡിയോ ചെയ്യാനുള്ള ധൈര്യമൊക്കെ കിട്ടി. പക്ഷെ എന്നാലും എനിക്കിങ്ങനെ നല്ല രീതിയിൽ സംസാരിക്കാനൊന്നും അറിയില്ല കേട്ടോ. ചിലപ്പോൾ ഞാൻ സംസാരിച്ച് വന്ന കാര്യങ്ങൾ വഴിതിരിഞ്ഞൊക്കെ പോകും. അതായത് ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഞാൻ യൂട്യൂബ് ചാനലിനെ പറ്റി പറഞ്ഞ് വന്നപ്പോഴേക്കും ഞാൻ വേറെ ഏതോ കഥയിലേക്കൊക്കെ പോയി.
അപ്പോൾ കുറച്ചും കൂടി എല്ലാം പഠിക്കാനൊക്കെ ഉണ്ട് ഇങ്ങനെ സംസാരിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. എനിക്കങ്ങനെ കുറച്ച് അനുഭവം ഉണ്ട്. കാരണം എനിക്ക് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കും. പിന്നെ എനിക്ക് നമ്മുടെ ഓഫീസിൽ ഒരു വീഡിയോ എടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ നമ്മൾ കണ്ടൻറ്റൊക്കെ ഉണ്ടാക്കി എടുക്കാൻ വീഡിയോ. പക്ഷെ എനിക്കില്ലേ അവരുടെ മുമ്പിൽ നിന്നിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവരൊക്കെ ചോദിച്ചാൽ എൻ്റെ അടുത്ത് എന്താണ് യൂട്യൂബ് ചാനലൊക്കെ ഉള്ള ആളല്ലേ, എന്നിട്ടാണ് ഞാൻ ശ്രമിച്ചത്. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞു എനിക്ക് എങ്ങനെ ഫോണും ഞാനും മാത്രമല്ലേ ഉള്ളൂ ആ ഒരു റൂമിൽ, വേറെ ആരുമില്ല. പക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്നിട്ട് എനിക്കിങ്ങനെ സംസാരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഞാൻ എന്താ പറയണതെന്നുള്ളത് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു. അല്ലാത്തവരാണ് ഇങ്ങനെ ഇരുന്ന് പറയുന്നത്. എന്നെ ഒരു വട്ടം കണ്ടതിൻ്റെ അല്ലെങ്കിൽ ഒരു വട്ടം ആദ്യമായിട്ട് എന്നെ കണ്ടിട്ട് എൻ്റെ ക്യാരക്ടർ ഇങ്ങനെയെന്ന് പറഞ്ഞ് സംസാരിക്കുന്നവരോട് എനിക്കൊന്നും തന്നെ പറയാനില്ല. എന്താ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന്. അങ്ങനെ യൂട്യൂബ് തുടങ്ങിയത് ഇപ്പോൾ 5 വർഷമായിരിക്കുന്നു. ഇനിയും അങ്ങോട്ട് തന്നെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അറിയില്ല എങ്ങനെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു കോൾ വന്നിരുന്നു. നമ്മുടെ ചേട്ടൻ വിളിച്ചതാണ് വീട്ടിലെത്തിയോന്ന് ചോദിച്ചിട്ട്. ശനിയാഴ്ച കൊണ്ട് 3 മണിക്ക് എത്തോളം ഞാൻ വിളിച്ചില്ലായിരുന്നു, എന്നോട് വിളിക്കാമെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നിട്ട് എത്തിയോന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മളെ എന്താ പറയുക അതിലോട്ട് ചൂടെടുക്കും. ഇതേപോലെ തന്നെ പോകണം. അത് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊക്കെ ഇട്ട് നല്ല രീതിയിൽ പോകണം തന്നെയാണ് ആഗ്രഹം. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് യൂട്യൂബിൽ നിന്ന് യാതൊരു ഏണിങ്സും കിട്ടുന്നില്ല കേട്ടോ. അതേസമയം എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ഞാൻ പ്രൊമോഷൻ ചെയ്യണുണ്ട്. കൊളാബ് ചെയ്യുമ്പോൾ നമുക്ക് ഏണിങ്സ് കിട്ടുന്നുണ്ട്. അത് പറഞ്ഞ് കോടിക്കണക്കിന് പൈസയൊന്നും കിട്ടണില്ല. കോടിക്കണക്കിനല്ല, ലക്ഷങ്ങളോ അല്ലെങ്കിൽ എന്താ പറയണ അത്രയും പൈസയൊന്നും എനിക്ക് കിട്ടണില്ല. ചെറിയ രീതിയിൽ എനിക്ക് കിട്ടുന്നുണ്ട് യൂട്യൂബിൽ നിന്ന്. കൂടുതൽ ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടാവേ, എല്ലാ ദിവസവും ഇങ്ങനെ വീഡിയോ ഇടുന്നതുകൊണ്ട് എന്താ ഇത്ര ഗുണമെന്നുള്ളത്. പക്ഷേ എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. യൂട്യൂബിൽ നിന്നല്ല, ഇൻസ്റ്റഗ്രാമിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട് പൈസ. ചെറിയ രീതിയിൽ കൊളാബൊക്കെ ചെയ്യുമ്പോൾ ഞാൻ വാങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പൈസ. അപ്പോൾ നോട്ട് ദ പോയിന്റ്. എനിക്കപ്പോൾ ഞാൻ ചുമ്മാ അല്ല വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ ഇടണേ എന്നുള്ളത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്. ചെറിയ രീതിയിൽ എനിക്ക് പൈസയൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇൻസ്റ്റഗ്രാമിൽ നിന്ന്. ഇപ്പോൾ നമ്മൾ ഡ്രസ്സിൻ്റെ വീഡിയോ ചെയ്യണമെങ്കിലും അതിൽ നിന്നും നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ പൈസ. ഒരു വീഡിയോ ഡ്രസ്സിൻ്റെ അല്ലാണ്ട് ഒരു മേക്കപ്പിൻ്റെ സാധനം ഞാൻ ചെയ്തിട്ട് എനിക്ക് അതിൽ നിന്ന് മാത്രമായിട്ട് ഒരു 2000 സംതിങ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് മന്ത്ലി ആണ് കയറുന്നത്. അത് ഓരോരുത്തർ വാങ്ങുന്നതനുസരിച്ച് അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് വീഡിയോ ഞാൻ വേറെ വീഡിയോ ഇട്ട് ഞാൻ ചെയ്യാം. ഇതേപോലെ തന്നെ എന്താ പറയുക ലോങ് വീഡിയോ ഇട്ടിടാം. അപ്പോൾ എല്ലാവരുടെയും എല്ലാ ഡൗട്ടും തീരുമല്ലോ. ഷോർട്സ് ആക്കി ഇട്ട് കഴിഞ്ഞാൽ കുറേ പാട്ടായിട്ട് പോകും. നല്ലത് നമുക്ക് ലോങ് ആയിട്ട് ഞാൻ അതിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഓക്കെ. ഞാൻ വേർത്ത് കുളിക്കണേ ഇവിടെ ഇരുന്നിട്ട്. ഒന്നാമത് ഫാൻ ഇടാൻ പറ്റില്ല, അപ്പോൾ നിങ്ങൾക്ക് ശബ്ദം കേൾക്കില്ല. ചാനൽ തുടങ്ങിയിട്ട് 5 കൊല്ലമായി. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് സപ്പോർട്ട് ഉണ്ടാവണം. എന്താ പറയുക, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ കാണുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ അയച്ചു കൊടുക്കുക. കമൻറ്റ് ചെയ്യുക കേട്ടോ. കമൻറ്റ് ടോപ്പർ ആയിരിക്കട്ടെ ഞാൻ എടുക്കുന്നത്. അതുകൊണ്ട് എൻ്റെ എല്ലാ വീഡിയോസിനും കമൻറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ, സീ യു.